എല്ലാവർക്കും എൻ്റെ പുനർജനി ജ്യോതിഷത്തിലോട്ട് ഹസ്തരേഖയിലോട്ട് സ്വാഗതം. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ വിവാഹരേഖയെപ്പറ്റി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പറഞ്ഞപ്പോൾ കുറേ പേര് ഇടയ്ക്കും ഇതുപോലെ പറഞ്ഞു കൊടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേണം ഞങ്ങൾക്ക് ലവ് അഫെയറൊക്കെ ഒരു ലേഡിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ലവ് അഫെയർ ഉണ്ട്, സംശയം തീർക്കാൻ ഉണ്ടെങ്കിൽ നമുക്കത് എങ്ങനെ മനസ്സിലാക്കാം എന്നൊക്കെ ചോദിച്ചത് കൊണ്ടിട്ട് ഈ വീഡിയോ കൂടെ ഞാൻ ഇറക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഒരാൾ കൈ നോക്കാൻ വരുമ്പോൾ നമുക്ക് നമ്മൾ ഹസ്തരേഖ നോക്കുമ്പോൾ ജ്യോതിഷം നോക്കുമ്പോഴും അവരുടെ ഫുള്ള് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യണത്. പക്ഷേ ആ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും അത് ശരിയാണോ അത് തെറ്റാണോ എന്ന് പറയത്തില്ല. കറക്റ്റാണ് മേഡം, എന്താണൊരു സംഭവം വിവരിച്ച് പറയത്തേ ഇല്ല. അത് ഞാനത് ചോദിക്കാനും പോകില്ല, നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ എന്നോ ഇന്ന് അങ്ങൊന്നും ചോദിക്കാൻ പോകത്തില്ല. പരിഹാരവും രക്ഷപ്പെടാനുള്ള മാർഗവും പറഞ്ഞു കൊടുക്കുക. സത്യകാര്യമാണ്, 1% പോലും ഞാൻ കള്ളം ചേർക്കാറില്ല. എല്ലാവരുടെ കാര്യങ്ങളും ഞാൻ കറക്റ്റായിട്ട് ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇവിടെ ലവ് ഓഫ് നമുക്കൊരു കുട്ടി ആരെങ്കിലും കൊച്ചു പിള്ളേരായിരുന്നാലും കല്യാണം കഴിഞ്ഞ ഒരാളൊക്കെ വരുമ്പോൾ അവർക്ക് എത്ര ലവ് അഫെയർ ഉണ്ടായിരുന്നു എന്നുകൂടെ മനസ്സിലായി. ആ ലവ് അഫെയർ എങ്ങനെയാണ് ഇവരുടെ വിവാഹ ജീവിതം നമ്മുടെ വിവാഹ ജീവിതത്തിൽ കൂടെ ഇല്ലാതാക്കുന്നത്, അല്ലെങ്കിൽ വിവാഹം നടക്കാതിരിക്കുക എന്തൊക്കെ ഒപ്പിച്ചെടുക്കും എന്നുള്ളത് മുഴുവൻ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പറയാനാണെങ്കിൽ അത് കേൾക്കുക. ഇവിടെ വിവാഹരേഖയോടൊപ്പം തന്നെ നീളം കുറഞ്ഞ രേഖയും വരും, നീളം കൂടിയ രേഖയും വരും. അപ്പം ചിലപ്പോഴൊക്കെ ആണെങ്കിൽ ചിലവർക്ക് നമ്മുടെ വിവാഹരേഖയെ പോലെ തന്നെ ഈക്വൽ ലെങ്തും നീളവും വീതിയുള്ള അതിനടുത്ത് ചേർന്നൊരു വിവാഹരേഖ വരുമ്പോൾ നമുക്ക് ചോദിക്കാം, നിങ്ങൾക്ക് വൈഫിനെ പോലെ ആരെങ്കിലും, അത് വൈഫ് ഹസ്ബൻഡും കൂടെ വരികയാണെങ്കിൽ ഒരിക്കലും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. ഒറ്റയ്ക്ക് വരാൻ നിങ്ങൾക്ക് വൈഫിനെ പോലെ ആരെങ്കിലുമായിട്ട് ബന്ധമുണ്ടോ? അപ്പം പറയാം, എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു വേണം, അങ്ങനെയൊക്കെ പറയും. ഇപ്പം അതില്ല പോയി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതേസമയം ഈ വിവാഹരേഖയോടൊപ്പം തന്നെ ചെറിയ ചെറിയ രേഖകളും വരും. അത് നമ്മുടെ ലവ് അഫെയറാണ്. നമ്മൾ എത്രത്തോളം ആരൊക്കെ നമ്മൾ ലവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനായിട്ട് മിക്കവാറും കല്യാണം ഏകദേശം കഴിക്കാമെന്ന് പറഞ്ഞ് നിന്നിട്ട് നമുക്ക് പോകുന്നതുമുണ്ട്. അതാണ് വിവാഹരേഖയുടെ. അപ്പോൾ വിവാഹരേഖയ്ക്ക് 1 മീറ്റർ നീളം ഉണ്ടെങ്കിൽ 3/4 മീറ്റർ നീളമാണെങ്കിൽ ലവ് അഫെയർ എന്ന് പറയുന്നത്. കാരണം വിവാഹത്തിൻ്റെ തുമ്പോരെ എത്തിയിട്ട് വേണ്ടാന്ന് വെക്കുന്നതുമുണ്ട്. ഈ ഇടയായിട്ടൊരു പയ്യൻ കൊച്ചു കൈ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അന്നേരം ഒരു വിചിത്രമായ ഒരു കാര്യമാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഒരു ലവ് അഫെയറിൻ്റെ ഒരു രേഖ താഴെയുണ്ട്, ഒരു വിവാഹരേഖയുണ്ട്. പക്ഷേ ആ താഴത്തെ ലവ് അഫെയറിൻ്റെ രേഖ ഈ വിവാഹരേഖയുടെ മുകളിൽ കൂടെ കയറി വെട്ടുകയാണ് ചെയ്തത്. അപ്പം ഞാൻ ചോദിച്ച്, ഇയാൾക്ക് ലവ് അഫെയർ ഉണ്ടോ? അത് ഉണ്ട് മേഡം. ആ കുട്ടി നമ്മൾ രണ്ടുപേരും അവളുടെ വീട്ടുകാരാണ് വേണ്ടെന്ന് വെച്ച് മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ മാറ്റിയെന്നാണ് പറഞ്ഞത് എൻ്റെ അടുത്ത്. അങ്ങനെ വേണ്ടെന്ന് വെച്ച്, പക്ഷേ ഇപ്പോഴും കല്യാണം കഴിഞ്ഞിട്ടും എന്നെ വിളിക്കുന്നുണ്ട്. അപ്പം ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് എന്ത് വിശേഷം ഉണ്ടെങ്കിലും അവൾ എന്നോട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്നോട് അത് പറഞ്ഞത്. ഞാൻ പറഞ്ഞ് ഒരു കാരണവശാലും ഒരു ബന്ധവും പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ലവ് ഓഫ് ഈ കുട്ടിക്ക് ഇയാളെ വിവാഹം കഴിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഒരിക്കലും വിവാഹം നടക്കില്ലെന്ന് പറഞ്ഞ വിദ്യയും അതിൻ്റെ കയ്യിലുണ്ട്. മനസ്സിലായി? അങ്ങനെ ഒരു ബന്ധം, അതൊരു ക്രൂക്കട്ട് ബേസ്ഡ് ബന്ധം. ഞാൻ പറഞ്ഞു ഇന്നത്തോടുകൂടെ സ്റ്റോപ്പ് ആക്കണം. കാരണം ഒരിക്കലും ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടെങ്കിൽ ഇയാളെ കല്യാണം നടക്കില്ല, ആ കുട്ടി സുഖിച്ച് ജീവിക്കും എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പം വിവാഹരേഖ നോക്കുമ്പോൾ വിവാഹരേഖയുടെ താഴെ ഒരു ലവ് അഫെയർ ഉണ്ടെങ്കിൽ ആ ലവ് അഫെയർ ഇതിനെ വെട്ടുകയാണെങ്കിൽ വിചാരിച്ചോണെ നമ്മളെ സ്നേഹിച്ച ഒരു കുട്ടി അല്ലെങ്കിൽ നമ്മളെ സ്നേഹിച്ച ഒരു പുരുഷൻ നമ്മളെ വിവാഹം നടക്കാതിരിക്കാനുള്ള പണികളാണ് അവിടെ ഒപ്പിക്കുന്നത്. ഒരിക്കലും ഈ പയ്യൻ്റെ എക്സാമ്പിൾ എടുക്കാൻ ഇത് ചോദിക്കുക എപ്പോഴും ഇതിൻ്റെ അടുത്ത് പറ്റുമോ എന്തെങ്കിലുമൊക്കെ വിശേഷം നോക്കുമ്പോൾ അങ്ങോട്ട് അറ്റാച്ച് നമ്മുടെ മനസ്സും നമ്മുടെ ബ്രെയിനുമാണ് നമ്മുടെ കൈ. അതുകൊണ്ട് വളരെ ആലോചിച്ച് പ്രവർത്തിച്ചിട്ട് വേണം വിവാഹരേഖ നല്ല സ്ട്രോങ് ആക്കി കൊണ്ടുപോകണം. ചിലപ്പോഴൊക്കെ ഭാര്യയും ഭർത്താവും വരുമ്പോഴത്തേക്ക് ഞാൻ ചോദിക്കും, ഭാര്യ എവിടെ? കാരണം കയ്യിലില്ല. അത് മാഡം ഭയങ്കര ജോലിയാണ്. നമ്മൾ രാത്രി കിടക്കുമ്പോൾ ഒന്ന് ചിന്തിക്കുക, അല്ലെങ്കിൽ നിങ്ങളില്ലാതെ നിങ്ങൾക്ക് ഭാര്യയില്ലാതെ ജീവിക്കാൻ പറ്റുമോ, ഭർത്താവില്ലാതെ ജീവിക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കാൻ പറഞ്ഞ് മിക്കവാറുമൊക്കെ ഞാൻ ശരിയാക്കി കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.